ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരും റൂമിലെത്തുമ്പോൾ മാഹിയില്ലായിരുന്നു. റൂമിലെ മട്ടുപ്പാവിൻ്റെ ഡോറ് തുറന്നിട്ടത് കണ്ടതും മാഹി അവിടെയാണെന്ന് മനസ്സിലാക്കി ആരും ഡോറടച്ച് ഹാൻഡ് ബാഗ് ഒരു ടേബിളിൽ വെച്ച് മാഹിയുടെ അടുത്തേക്ക് നടന്നു. ഹലോ, ഇന്നെന്താ ഇവിടെ വന്നിരിക്കുന്നത്? സിംഗിലിരിക്കുന്ന മാഹിക്കരികിലേക്ക് വന്നുകൊണ്ട് ആര് ചോദിച്ചു. എന്താ ഇവിടെ വന്നിരിക്കാൻ നിന്റെ അനുവാദം വേണോ? കടുപ്പിച്ച് കയറുവോടെ മാഹി ആരുവിനോട് ചോദിച്ചു. എന്റെ ചേകിത്താൻ ഇന്ന് എന്ത് പറ്റി? രാവിലെ പോയ ആളല്ലല്ലോ ഇപ്പോ. മാഹിയുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആര് ചോദിച്ചു. ഓടി, നിനക്കല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു പോരെ, എന്നെ വേണ്ടല്ലോ. മാഹി ആരുവിന്റെ കൈകൾ തട്ടിമാറ്റി മുഖം കയറ്റി പിടിച്ചിരുന്നു. എന്റെ മാഹിയേട്ടാ, നിങ്ങളെ കൊണ്ട് തോറ്റു ഞാൻ. മാഹിയുടെ ഭാവം കണ്ട് തലയിൽ കൈവച്ച് ആര് പറഞ്ഞു. തോറ്റെങ്കിൽ നിന്റെ പാട് നോക്കി പൊക്കോടി. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം എന്താ നിനക്ക് അറിയില്ലേ? എന്റെ മാഹിയേട്ടാ, ഞാൻ അച്ഛൻ്റെ കൂടെയല്ലേ പോയത്, അല്ലാതെ വേറെ ആരുടെയും കൂടെയല്ലല്ലോ. അതുമല്ല, പോകുന്ന കാര്യം ഞാൻ മാഹിയേട്ടനോട് പറഞ്ഞിട്ടല്ലേ പോയത്. മാഹിയെ നോക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ഇത്തിരിയെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ നീ പോകില്ലായിരുന്നു. നിനക്കറിയോ, ക്ഷീണിച്ചു വന്ന് എനിക്കൊരു ചായ ഇട്ട് തരാൻ പോലും ഇവിടെ ആരില്ലായിരുന്നു. മുഖം വീർപ്പിച്ച് കയറി വെച്ചുകൊണ്ട് മാഹി പറഞ്ഞത് കേട്ട് ആരെടുപ്പിൽ കൈവച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. നിങ്ങൾക്കല്ലേടെ ചെകുത്താനെ സീതമ്മ ചായ കൊണ്ട് തന്നത്? ആ ചായ ഗ്ലാസ് തട്ടി മറിച്ചിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്? എന്നിട്ട് ഇങ്ങനെ പറയുന്നു. ഓ, വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അതെല്ലാം നിന്റെ ചെവിയിലെത്തിച്ചോ? എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാര്യമൊന്നും അവളുടെ പണിയാകൂല്ലേ? നീ അവിടെ പുന്നാര മോളാണല്ലോ. ആര് പറഞ്ഞത് കേട്ട് ചിരി കൂട്ടിക്കൊണ്ട് മാഹി പറഞ്ഞതും മാഹി പറഞ്ഞത് കേട്ട് നീട്ടി ശ്വാസം വലിച്ചു വിട്ട് മാഹിയുടെ മടിയിലിരുന്നു. എൻ്റെ മാഹിയേട്ടാ, ഞാൻ അച്ഛൻ്റെ കൂടെ പോയതല്ലേ ഇപ്പൊ പ്രശ്നം. അച്ഛൻ പറഞ്ഞതാ ടാക്സി വിളിച്ച് തരാം, അതിൽ വീട്ടിൽ പൊക്കോന്ന്. ഞാനാ വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ പോയത്. പാവ അച്ഛൻ, വിശ്വസിച്ചവർ അച്ഛനെ പറ്റിക്കായിരുന്നു. അത് പറഞ്ഞ ആര് സംഭവമെല്ലാം മാഹിയോട് പറഞ്ഞു. വയ്യാത്ത പണിക്ക് നിൽക്കേണ്ടല്ലോ, ഇതൊക്കെ വീട്ടുപേർക്ക് വീട്ടിലിരിക്കാലോ. ആര് പറഞ്ഞത് കേട്ട് വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. ബെസ്റ്റ്, നല്ല ആളോടാ പറഞ്ഞത്. അച്ഛന് ഒത്തിരി വിഷമുണ്ടേ. നിനക്ക് വേറൊരു ചിന്തയില്ലേ? അല്ലെങ്കിൽ നിനക്ക് അവരെ മതിയല്ലോ. എണീറ്റ് പോടി. മാഹി അവളെ തട്ടിമാറ്റാൻ നോക്കിയതും മാഹിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനോട് ചേർന്നിരുന്ന മാഹിയുടെ കവിളിൽ അമർത്തി കടിച്ചു. നിങ്ങൾക്കറിയാം, എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ട് അവരുള്ളൂന്ന്. എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ ഈ വകയുള്ള വർത്താനൊക്കെ പറയുന്നത്? മാഹിയുടെ മൂക്കിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് ആര് ചോദിച്ചതും മാഹിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞുവെങ്കിലും മാഹി അത് സമർത്ഥമായി മറച്ചു വെച്ചു. നമ്മൾ സ്നേഹിക്കുന്നവരുടെ വായിൽ നിന്ന് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് കേൾക്കാൻ വല്ലാത്തൊരു കൊതിയാണ്. സാരിക്കിടയിലൂടെ ആര്യവന്റെ വായലിലേക്ക് കൈ അയച്ചുകൊണ്ട് മാഹി പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ ഈ ചെകുത്താൻ ചെക്കന്? മാഹി പറഞ്ഞത് കേട്ട് മാഹിയുടെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ആര് ചോദിച്ചു. ചെകുത്താൻ നിന്റെ ചത്തുപോയ തന്ന മാധവൻ, അയാളെ പോയി വിളിക്കടി ചെകുത്താനെന്ന്. ആര് തന്നെ ചെകുത്താനെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ മാഹി അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. മാഹി തന്റെ അച്ഛനെ വിളിച്ചത് കേട്ട് അവളവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ചോദിച്ചതിന് ഉത്തരം പറ മാഹിയേട്ടാ, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ? മാഹിയുടെ കുഞ്ഞി കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആര് ചോദിച്ചു. ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. ഇപ്പൊ നീ ഇല്ലാതെ പറ്റില്ലെന്ന അവസ്ഥയായിടി. തൻ്റെ മടിയിലിരിക്കുന്ന ആരുവിനെ ഇറകെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് മാഹി പറഞ്ഞതും സന്തോഷം കൊണ്ട് ആരുവിൻ്റെ മുഖം വിടുന്നു. ഉള്ളിലെ സന്തോഷം അടക്കാനാകാതെ മാഹിയുടെ നെറ്റിയിൽ ചുണ്ടി ചേർത്ത് അവിടെ നിന്ന് അവളുടെ അതരങ്ങൾ അവൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ്റെ അതരത്തിലെത്തി നിന്നതും പതിയെ അവൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ച് അടർന്നു മാറാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി മാഹി ആരുവിനെ വരിഞ്ഞു മുറുക്കി തന്നോട് ചേർത്ത് അവളുടെ അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു. ആരുവിനെ തിരികെ ചുംബിക്കാൻ ഇട നൽകാതെ മാഹി ആവേശത്തോടെ അവളുടെ കീച്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണയാൻ തുടങ്ങിയതും ഒന്ന് കുറുകിക്കൊണ്ട് മാഹിയെ അള്ളിപ്പിടിച്ചു. പതിയെ ആരുവിന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. സമയം കടന്നു പോകുന്തോറും ചുംബനം മുറുകി വന്ന് നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞപ്പോൾ മാഹിയുടെ കൈകൾ അവളുടെ ദേഹത്തെല്ലാം കുറുമ്പ് കാണിച്ചൊഴുകി നടന്നു. എല്ലാം ആസ്വദിച്ച് മാഹിക്ക് വിധേയായി അവന്റെ കൈകളിൽ ഒതുങ്ങി നിന്നു. ശ്വാസം വില്ലനായി വന്നതും മനസ്സോടെ മാഹി ആരുവിന്റെ അതരങ്ങളെ മോചിപ്പിച്ചു. അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. മാഹിയേട്ടാ, മാറ്, ഞാൻ പോയത് ഫ്രഷ് ആകട്ടെ. ദേഹം മുഴുവൻ വിയർപ്പാണ്. അണപ്പ് മാറിയതും മാഹിയുടെ അതരങ്ങൾ കഴുത്തിലെല്ലാം കുറുമ്പ് കാണിച്ച് അലഞ്ഞു നടക്കാൻ തുടങ്ങിയതും മാഹിയുടെ മുടിയിൽ വിരൽ കടത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട. മുഖമുയർത്തി ആര്യവിന്റെ ചെവിത്തുമ്പിൽ കടിച്ചു വിട്ടുകൊണ്ട് മാഹി അതും പറഞ്ഞ് വീണ്ടും ആര്യവിന്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചതും ഉയർന്ന നിശ്വാസത്തോടെ മാഹിയെ അടക്കി പിടിച്ചു. കഴുത്തിൽ നിന്നും മാഹിയുടെ അതരങ്ങൾ അവളുടെ മാറിലേക്ക് ചലിച്ചു. ആര്യവിന്റെ തോളിൽ നിന്നും പതിയെ പിന്നടിച്ച് മാറ്റി ആര്യവിന്റെ മാറിൽ നിന്നും സാരി അടത്തി മാറ്റി ആര്യവിന്റെ മാറിടുക്കിലായി മുഖം പൂഴ്ത്തി അമർത്തി ചുംബിച്ചതും മാഹിയുടെ താടിയും മീശയും മാറിൽ അമർന്നതും ഒന്ന് പിടഞ്ഞ് ചെറു സിൽക്കാരത്തോടൊന്ന് ഉയർന്നു പൊന്തി. മാഹിയുടെ അതരങ്ങളും പല്ലുകളും കൈകളും ആര്യവിന്റെ മാറിലൂടെ ഒഴുകി നടന്നു.
മഹി പല്ലുകളാൽ ആരുവിന്റെ ബ്ലൗസിന്റെ ഹൂക്ക് വേർപ്പെടുത്താൻ ഒരുങ്ങിയതും ആരുവിന്റെ കൈകൾ അവനെ തടഞ്ഞു. അവളുടെ കണ്ണുകൾ ചുറ്റും പിടപ്പോട് ഒഴുകി നടന്നതും കാര്യം മനസ്സിലായ മഹി ആരുവിനെ കയ്യിൽ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. മട്ടുപ്പാവിലേക്കുള്ള ഡോറ് കാലുകൊണ്ട് തട്ടിയടച്ച് ആരുവിനെ ബെഡിലേക്ക് കിടത്തി തനിക്ക് തടസ്സമായി നിന്ന് അവളുടെ ബ്ലൗസും ഇന്നറും അഴിച്ചു മാറ്റി മഹി അവിടെ മുഖം പൂഴ്ത്തി വെച്ച് കിടന്നു. മാറിൽ മഹിയുടെ കൈകളുടെയും ചുണ്ടുകളുടെയും കുസൃതി കൂടി വരുന്നത് ആരു അറിഞ്ഞുവെങ്കിലും അവനെ തടഞ്ഞില്ല. ആരുവിന്റെ മാറിൽ നിന്നും മഹിയുടെ ചുണ്ടുകൾ ആരുവിന് വയറിലെത്തി. പഞ്ഞി പോലെയുള്ള അവളുടെ വയറിലും മരക്കെട്ടിലും മഹിയുടെ അതിരങ്ങൾ വസന്തം തീർത്തൊഴുകി നടന്നു. ഏതുട്ടാ നാഭിച്ചുഴിയിൽ നാവ് കടത്തി ഒന്ന് ചുഴറ്റി വലിച്ചതും ആരു നിയന്ത്രിക്കാൻ കഴിയാതെ പിടഞ്ഞ് മഹിയുടെ മുതുകിൽ നഖമാറ്റിക്കൊണ്ട് വിളിച്ചു. ആരുവിൽ നിന്ന് ഉയർന്ന സിൽക്കാര ശബ്ദം മഹിയുടെ സിരകളിൽ അഗ്നി പടർത്തി. കെട്ടുപൊട്ടിയതുപോലെ ആവേശത്തോടെ മഹി ആരുവിന്റെ ഓരോ അണുവിന് പോലും ചുംബിച്ചുണർത്തി പേമാരിയായി അവളിലേക്ക് പറഞ്ഞു. കിതപ്പും നിശ്വാസങ്ങളും കുറുകലുകളും അവളുടെ കൂടിച്ചേലിന് മാറ്റുകൂട്ടി. ഇരുവരുടെയും വിയർപ്പ് കണങ്ങൾ ഒന്നായി ഒഴുകിയിറങ്ങി. എത്ര കിട്ടിയിട്ടും മതിയാകാത്ത പോലെ മഹി പിന്നെയും പിന്നെയും അവളിലേക്ക് പടർന്നു കയറി. ഒടുക്കം തളർന്നു വീഴുമ്പോൾ ഇരുദേഹങ്ങളും വല്ലാതെ തളർന്നു പോയിരുന്നു. മഹിയേട്ടാ കിതപ്പടങ്ങി നിമിഷങ്ങൾ കഴിഞ്ഞതും ആരു പതിയെ തന്റെ മാറിൽ മുഖം പൊഴുത്തി കിടക്കുന്ന മഹിയുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. എന്താ? അവളുടെ മാറിൽ മൂക്കുട്ടുരസിക്കൊണ്ട് മഹി ചോദിച്ചു. അടങ്ങിക്കിടക്കും മഹിയേട്ടാ, ഞാനൊന്ന് പറയട്ടെ. മഹിയുടെ മീശനഗ്നമായ മാറിൽ കുത്തിയിറങ്ങാൻ തുടങ്ങിയതും അവന്റെ പ്രവൃത്തിയിൽ ആരും മഹിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. പറ. അത് പിന്നെ നാളെ അച്ഛൻ എന്നോട് അച്ഛൻ്റെ കൂടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ പോകൂട്ടോ. പോയി വേഗം വരും. പറ്റത്തില്ല, നീ അയാളോടൊപ്പം പോകണ്ട. ആര് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ വാശിയോടെ മഹി പറഞ്ഞു. എന്തൊന്നാ മഹിയേട്ടാ, ഞാൻ അച്ഛനോട് വരാന്ന് ഏറ്റുപോയി. ഇനി മാറ്റി പറയാൻ പറ്റത്തില്ല. ആര് പറഞ്ഞിട്ട് മഹിയുടെ മുഖം വാങ്ങില്ല. മാറ്റി പറഞ്ഞേ പറ്റൂ. നീ അയാളോടൊപ്പം പോകണ്ട. നിന്നെ ഞാൻ വിടത്തില്ല. മഹി ഇഷ്ടക്കേടോട് അവസാനത്താക്കി നിന്നവണ്ണം ആരുവിനോട് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. മാറങ്ങോട്ട്, എന്നൊട്ടി കിടക്കണ്ട. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കൊണ്ട് വാശി. അത് പറഞ്ഞ ആര് ദേഷ്യത്തിൽ മഹിയെ തട്ടിമാറ്റി പുതപ്പം വാരി ചുറ്റി ബെഡിന്റെ മറുസൈഡിലേക്ക് നീങ്ങി മഹിക്കെതിരായി ബെഡിൽ തിരിഞ്ഞു കിടന്നു. എടി ആരുഷി, മഹി അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. പറഞ്ഞതല്ലേ ഞാൻ എന്നെ തൊടണ്ടെന്ന്. ആര് ദേഷ്യത്തിൽ മഹിയുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും മഹി അത് കാര്യമാക്കാൻ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ, ഈ ആരുഷി ആരോ നിങ്ങൾ അറിയും. ആര് മഹിയെ കണ്ണിലിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കുറെ വട്ടം എല്ലാം അറിഞ്ഞതാ. ഇനിയും അറിയുന്നതിൽ സന്തോഷമുള്ളൂ. പക്ഷേ നീ താങ്ങൂ. ഒരു കള്ളച്ചിരിയോട് ആരുവിന്റെ നഗ്നമായ ഷോൾഡറിൽ കൂടെ കൈ അയച്ചുകൊണ്ട് മാഹി ചോദിച്ചു. പോടാ വൃത്തി കെട്ടവനെ. മാഹി പറഞ്ഞത് കേട്ട് ആരു ബെഡിൽ കിടന്ന പില്ലോ എടുത്ത് അവനൊരു അടി വെച്ചു കൊടുത്തു. നീ കൂടെ നീങ്ങിക്കിടക്ക അരിശി. സമയം ഒത്തിരിയായി, എനിക്ക് ഉറങ്ങണം. നിങ്ങൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തൊടാൻ അനുവദിക്കില്ല. ആരിശിയ പറയുന്നത്. മാഹിയെ നോക്കി ഉറച്ച സ്വരത്തിൽ ആരു പറഞ്ഞു. അവനെതിരായി വെട്ടം തിരിഞ്ഞ് കിടന്നു. പിന്നെ നീ വരുന്നതിന് മുമ്പ് ഞാൻ തനിച്ചേ കിടന്നത്. എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാതെ കിടന്നാൽ ഉറക്കം വരും. മഹിയും വാശി ഒട്ടും കുറക്കാതെ ആരുവിനോട് പറഞ്ഞ് അവൾക്കെതിരായി തിരിഞ്ഞു കിടന്നു. ആരുവിനോട് വലിയ വീരവാദമൊക്കെ പറഞ്ഞ് മഹി കിടന്നുവെങ്കിലും ആരുവിന്റെ ചൂടില്ലാതെ അവന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മഹി കയറുപോടെ മുഖമുയർത്തി ആരുവിനെ നോക്കി. നീ പോയിക്കോ. മാഹി പറഞ്ഞത് കേട്ട് ആരുവിന്റെ ആദരങ്ങളൊന്നും വിടുന്നുവെങ്കിലും അവൾ മുഖത്ത് കള്ളഗൗരവം വരുതി കിടന്നു. എങ്ങോട്ട് പോക്കോന്ന് ആരും ഒന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. അല്ല അച്ഛൻ വിളിച്ചതല്ലേ, ഓഫീസിലേക്ക് പൊക്കോന്ന്. മാഹി അയാളെന്ന് സൂര്യയെ വിളിക്കാൻ തുടങ്ങിയത് ആരുവിനെ തറപ്പിച്ചുള്ള നോട്ടം കണ്ട് മാറ്റി പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാട മോനെ, ആരോടാ നിങ്ങൾ ഈ വാശി? മാഹി സമ്മതിച്ചു കേട്ട് വിജയച്ചിരിയോട് ആരും മനസ്സിൽ പറഞ്ഞ് മഹിയെ നോക്കി അമർത്തി മൂടി. സമ്മതിച്ചില്ലേ, ഇനിയും കൂടി നീങ്ങിക്കിടന്നൂടെ നിനക്ക്? മാഹി ചോദിച്ചത് കേട്ടതും ആര് ചിരിയോടെ മഹിക്കരികിലേക്ക് നീങ്ങിക്കിടന്ന് കൈകൾ അവന് നേരെ നീട്ടിയതും മഹി അവളെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് കിടന്നു. ഇന്നലെ എന്തേ രണ്ടുപേരും രാത്രി അത്തായം കഴിക്കാൻ വരാത്തത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുന്നതിനിടയിൽ ഇന്ദു ആരുവിനോട് ചോദിച്ചു. നല്ല തലവേദന, ഫ്രഷായി വന്നപടെ കിടന്നത് ഉറങ്ങിപ്പോയി. മഹിയേട്ടൻ പുറത്തുനിന്ന് കഴിച്ചു വന്നിരുന്നു, അതുകൊണ്ടാണ് കഴിക്കാൻ വരാഞ്ഞത്. ആരു വായിൽ തോന്നിയൊരു കള്ളം പതർച്ചയതുമില്ലാതെ പറഞ്ഞു. മാഹി കാരണം ആരൂപ നന്നായി കള്ളം പറയാൻ പഠിച്ചിരുന്നു എന്താണ് സത്യം. മോളെ, മാഹിക്കുട്ടിനോട് പറഞ്ഞോ ഇന്ന് ഓഫീസിലേക്ക് വരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു കൊണ്ട് സൂര്യ ചോദിച്ചു. പറഞ്ഞച്ചാ. സമ്മതിച്ച് കാണില്ലല്ലേ? ചേരിലേക്ക് ഇരുന്ന് തെല്ല് വിഷമത്തിൽ പറഞ്ഞു. ആദ്യത്തിരി കടുംപിടുത്തെ പിടിച്ചെങ്കിലും പിന്നെ സമ്മതിച്ചു. ആര് ചിരിയോടെ പറഞ്ഞതും സൂര്യന്റെ മുഖം വിടർന്നു. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആ കൂട്ടത്തിലിരിക്കുന്നത് ആരും അറിഞ്ഞില്ല.
പോകുന്നതൊക്കെ കൊള്ളാം, വേഗം വന്നോളണം, ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ ഗ്ലാസ് ഒന്നും കാണില്ല. ഇന്നലത്തെ സംഭവം ഓർമ്മയിൽ വന്ന സീത പറഞ്ഞതും ബിന്ദുവും അത് ശരിവെച്ച് മഹി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വന്നിരുന്നതും ആ സംഭാഷണം അവരവിടെ നിർത്തിവെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ആര് സൂര്യനോടൊപ്പം പോകാൻ റെഡിയാകാൻ റൂമിലേക്ക് പോയി. മഹിയേട്ടാ, ഞാൻ പോയിട്ട് വേഗം വരാമേ. മില്ലിലേക്ക് പോകാൻ റെഡിയാകുന്ന മഹിക്കരികിലേക്ക് തന്നെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുത്ത് അതും പറഞ്ഞ് മഹിയുടെ കവളിൽ ചുണ്ടു ചേർത്ത് ഫോണും ഇട്ടവൾ താഴേക്ക് പോയി.